വലിയ നൃത്തവിദ്യാലയം നടന്ന ഒരു വലിയ പ്രതിഭയാണ്. അതിനകത്ത് ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് ഈ ഭഗവത്ഗീതയിലെ ഗീതോപദേശം ഇംഗ്ലീഷിൽ ബാലയാക്കി സൗദി എംബസി, ഇന്ത്യൻ എംബസി ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരി നൃത്തം അവതരിപ്പിച്ച് 4 മാസം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ട്വിറ്ററിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇവരുടെ രണ്ടുപേരുടെ ഫോട്ടോ ഇട്ട് അതിനെക്കുറിച്ച് പ്രത്യേകം എഴുതിയിരുന്നു. അത് നമ്മൾ പ്രത്യേകമാണ് ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇംഗ്ലീഷിൽ ചെയ്തപ്പോൾ അതിന്റെ അർജുന്റെയും കൃഷ്ണന്റെയും ശബ്ദം കൊടുത്തത് ടീട്ടോമായിരുന്നു. അതും ഒരു സന്തോഷകരമായിരുന്നു. ഞങ്ങളാണ് അത് ലാൽവീഡിനെ ചെയ്തു കൊടുത്ത് ഞങ്ങൾക്കും അവിടുന്ന് എംബസിയിൽ ഞങ്ങൾക്ക് പ്രത്യേക അംഗീകാരമൊക്കെ തന്നിരുന്നു. ഈ ഒരു വർക്ക് എനിക്ക് തന്നപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എംബസി വർക്ക് ചെയ്യുന്നത് സെൻട്രൽ മിനിസ്റ്ററിന്റെ വർക്ക് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും മാർത്താണ്ഡ സാറിന്റെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. കാരണം പുള്ളിക്ക് എല്ലാത്തിനും പുള്ളിയുടേതായിട്ടുള്ളൊരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, നമ്മളെന്ത് പറഞ്ഞാലും ചില സമയത്ത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഒരു വിഷൻ ഉണ്ട് അല്ലേ, അതൊന്ന് തിരിച്ചു പറഞ്ഞെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പൊ ആദ്യമേ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ഫ്രീഡം വേണം, സോങ് എനിക്ക് തന്നാൽ ഞാൻ ഫുൾ കമ്പോസ് ചെയ്യും. എനിവേ താങ്ക്സ് എലോട്ട്, കാരണം പുള്ളിക്കാരൻ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു തന്നു. സോ നന്നായിട്ട് ചെയ്യാൻ പറ്റി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് എലോട്ട് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ടീം ഓട്ടം തുള്ളൻ. താങ്ക് യു സോ മച്ച്. വർഷങ്ങളായിട്ട് ഒരുമിച്ച് പ്രോഗ്രാം ചെയ്ത് തുടങ്ങിയുള്ള ബന്ധമാണ്. ബിനുവിന്റെ കുറെ നാളത്തെ അധ്വാനമാണ്. ഈ സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ട് ആരെ കൊണ്ട് ചെയ്യിക്കും, ഇതിനൊരു പ്രൊഡക്ഷൻ വേണമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആളായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെയാണ് ലാസ്റ്റ് മാർത്താണ്ഡന്റെ കയ്യിൽ ഇത് വരുന്നത്. അങ്ങനെയാണ് പെട്ടെന്ന് പ്രൊജക്ട് ഓൺ ആവുന്നതൊക്കെ. നമ്മൾ നേരത്തെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതിന്റെ പ്രൊഡ്യൂസർ മോഹൻ ചേട്ടൻ സാധാരണക്കാരായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഇവിടെ വന്നേക്കുന്നവരെല്ലാവരും സിനിമ പ്രേമികളാണെന്ന് എനിക്കറിയാം. നമ്മളോളം തന്നെ നമ്മളെക്കാൾ ഒരുപടി കൂടുതൽ സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സിനിമയുമായിട്ട് വരുന്നത്. അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കണം. തീർച്ചയായിട്ടും എല്ലാവരും ഈ സിനിമ കണ്ട് പ്രോത്സാഹിപ്പിക്കണം, ഞങ്ങളെയും പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ ഇവിടെ മാർത്താണ്ഡം വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കഥ പറയാൻ ബിനു വരുന്നുണ്ട്, ഒന്ന് കേട്ടു നോക്കാം. ഞാൻ കേട്ടു ഞാൻ മാർത്താണ്ഡനെ വിളിച്ചു. മാർത്താണ്ഡൻ സൂപ്പർ, നന്നായിട്ടുണ്ട്. അതിൽ അസവൻ ചെയ്യുന്ന വേഷം അപ്പം ബിനുവിനോട് പറഞ്ഞ് ഏത് വേഷം ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു. പടം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു, കഥ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ബിനു പറഞ്ഞു, മാർത്താണ്ഡൻ പറഞ്ഞു അതിൽ ബാബുളിയനാണ് അസവൻ ചെയ്യണമെന്ന്. ഞാൻ വെരി ഗുഡ്, അത്രയും നല്ലൊരു ക്യാരക്ടർ എനിക്ക് തന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കോമഡി വേഷം. പക്ഷെ വേറൊരു കാര്യം കൂടിയുണ്ട്, സ്ഥിരം ചെയ്യുന്ന ഇപ്പം ചെയ്തിട്ടിരിക്കുന്ന പാറ്റേൺ അല്ല, ഇപ്പോഴത്തെ ആക്ടേഴ്സുകൾ ചെയ്യുന്ന പാറ്റേണിലല്ല. എനിക്ക് വേണ്ടത് പഴയ സ്റ്റൈലിൽ അശോകൻ ചേട്ടനെയാണ്. പണ്ട് ഞാനും ദിലീപൊക്കെ കൂടി അഭിനയിച്ചിട്ടുള്ള ആ സ്റ്റൈലിൽ വേണം പ്രസന്റ് ചെയ്യാൻ. അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് പടത്തിന്റെ ഷൂട്ടിങ്ങിന് വന്ന് മേക്കപ്പ് ചെയ്ത് ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നവരെ എനിക്ക് ടെൻഷനായിരുന്നു, അതെങ്ങനെയായിരിക്കും, കുഴപ്പമുണ്ടാവും. പക്ഷെ ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി.